ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ 35ാമത്തെ പാർട്ടിലേക്ക് പോയാലോ? നിനക്കെന്താ ചെവി കേൾക്കുന്നില്ലേ തുമ്പി? എത്ര നേരമായി ആരോ ഫോണും ബെല്ലടിക്കണു? രേവതി ഹാളിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. നിനക്കെന്താ കണ്ണു കണ്ടൂടെ? ഞാൻ നഖം വെട്ടാണ്. ചെറിയ കാല് കയറ്റി വെച്ച് നഖം വെട്ടുന്ന പാർവണിയെ നോക്കി അവൾ പറഞ്ഞു. ആരും പുറത്തു വന്നിട്ടുണ്ട്, കാല് താഴെ ഇറക്കി വെക്ക് പെണ്ണേ. രേവതി അത് പറഞ്ഞ് ചെന്ന് വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവളൊന്ന് ഞെട്ടി. ശിവ സാർ. അവന് പുറകിലായി ദേവിയുണ്ട്. പാർവണി എവിടെ? ശിവ ഗൗരവത്തോടെ ചോദിച്ചു. രേവതി ഡോറിന് മുന്നിൽ നിന്നും നീങ്ങി നിന്ന് ഹാളിലിരിക്കുന്ന പാർവണിയെ നോക്കി. അവളെ കണ്ട ശിവ നേരെ അകത്തേക്ക് നടന്നു. ശിവയുടെ പോക്ക് കണ്ട് രേവതി പേടിയോടെ ദേവിയെ നോക്കി. അവനൊന്നുമില്ല എന്ന രീതിയിൽ കണ്ണടച്ചു. ആരാ ദേവി വന്നേ? പാർവണ മുഖം ഉയർത്തി നോക്കിയതും തൻ്റെ നേർക്ക് വരുന്ന ശിവയെ കണ്ട് അവൾ ചെയറിൽ നിന്ന് വേഗം എണീറ്റു. നീ രാമച്ചൻ്റെ മുറിയിൽ കയറിയ? ശിവ ഗൗരവം വിടാതെ ചോദിച്ചു. അത് ഞാൻ. പാർവണ എന്തു പറയണമെന്നറിയാതെ നിന്നു. നിന്നോട് ആ മുറിയിൽ കയറുമെന്നാണ് ഞാൻ ചോദിച്ചത്. അതൊരു അലർജിയായിരുന്നു. അത് കേട്ട് പാർവണിയും രേവതി ഒരുമിച്ച് ഞെട്ടി. കയറി സാർ, അവൾ കണ്ണുകൾ അടച്ചു പറഞ്ഞു. ഒരടി പ്രതീക്ഷിച്ച പാർവണ ശിവയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഇല്ലാതായപ്പോൾ പതിയെ കണ്ണു തുറന്നു. അത്ര നേരം കൈകൾ കെട്ടി നിന്ന ശിവ അവൾ കണ്ണു തുറന്നതും അവളുടെ കൈ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി. ദേവിയെ പോലും കാത്തു നിൽക്കാതെ ശിവ അവളെ കാറി കയറ്റി വീട്ടിലേക്ക് പോയി. ശിവ നല്ല സ്പീഡിലായിരുന്നു ഡ്രൈവ് ചെയ്തിരുന്നത്. പാർവണ പേടിച്ച് സീറ്റ് ബെൽറ്റിൽ മുറുക്കെ പിടിച്ചിരുന്നു. കാറ് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ശിവയുടെ ഓർമ്മകളും പിന്നിലേക്ക് പോയി. ഇന്ന് സത്യയുടെ ഓർമ്മ ദിവസമായതിനാൽ അവൻ പഴയതെല്ലാം മറക്കാൻ ഒരുപാട് മതിപ്പിച്ചിരുന്നു. പിന്നീട് എപ്പോഴോ കിടന്നുറങ്ങിപ്പോയി. വൈകുന്നേരം ഫോണിൻ്റെ റിങ് കേട്ടാണ് ഉറക്കമുണർന്നത്. തലയ്ക്ക് വല്ലാത്ത ഭാരം തോന്നിയതും അവൻ ബെഡ് റെസ്റ്റിലേക്ക് ചാരിയിരുന്നു. വീണ്ടും ഫോൺ റിങ് ചെയ്തപ്പോൾ അവൻ കോള് കട്ട് ചെയ്ത് ഫോൺ സൈലൻ്റ് ആക്കി. കുറച്ചു നേരം അങ്ങനെ തന്നെ ഇരുന്ന ശേഷം അവൻ ഡ്രസ്സുമായി ബാത്റൂമിൽ പോയി. കുറച്ചു നേരം ഷവറിന് കീഴെ നിന്നപ്പോൾ തലയുടെ ഭാരം കുറഞ്ഞ പോലെ. മുടിയിഴകളിൽ നിന്നും ഒഴുകിയിറങ്ങിയ വെള്ളം പിൻകഴുത്തിലൊക്കെ ഇറങ്ങി. പുറത്ത് തട്ടിയത് എന്തോ വല്ലാത്ത നീറ്റൽ അനുഭവപ്പെട്ടു. പുറം നീറി പുകയുന്ന പോലെ തോന്നിയതും അവൻ ഷവർ ഓഫ് ചെയ്ത് കണ്ണാടിക്ക് മുമ്പിൽ പോയി നിന്നു. പുറത്ത് നഖം കൊണ്ട പോലെ ചെറിയ 2 മുറിവുകൾ. അതെങ്ങനെ തൻ്റെ പുറത്തു വന്നു? അവൻ മുടിയുടെ കോർത്ത് വലിച്ചുകൊണ്ട് ബാത്റൂമിലെ ചുവരിലേക്ക് ചാരി നിന്നു. ഏതോ ഒരു പെൺകുട്ടി തൻ്റെ മുമ്പിൽ വന്നതും താൻ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞ തന്നെ അവൾ ബെഡിലേക്ക് തള്ളിയിട്ടതും അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. പക്ഷേ അവളുടെ മുഖം അത്ര ആലോചിച്ചിട്ട് അവന് വ്യക്തമായില്ല. അവൾ പിന്നിലേക്ക് തള്ളിയപ്പോൾ അവളുടെ നഖം കൊണ്ടാണ് അവൻ്റെ പുറത്ത് മുറിവുണ്ടായത്. ആരാണ്? അവളെന്തിനാ എൻ്റെ മുറിയിലേക്ക് കയറുമെന്ന് എത്ര ആലോചിച്ചിട്ട് ഓർമ്മ വരുന്നില്ല. അവൻ വേഗം കുളിച്ച് ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഡ്രസ്സ് മാറ്റി ബാൽക്കണിയിൽ വന്നു നിന്നു. എത്ര ആലോചിച്ചിട്ട് ആ പെൺകുട്ടി ആരാണെന്ന് മനസ്സിലായില്ല. പുറത്ത് ചെറുതായി മഴ ചാറുന്നുണ്ട്. അവൻ മഴ പെയ്യുന്നത് നോക്കി ബാൽക്കണിയിലെ ഊഞ്ഞാലിലിരുന്നു. മോനി ശിവ! അമ്മയുടെ ഉറക്കെയുള്ള വിളി കേട്ട ശിവ റൂമിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഓടി. രാമച്ചൻ്റെ മുറിയിൽ നിന്നാണ് അമ്മയുടെ ശബ്ദം കേട്ടത്. ശിവ ചെന്ന് നോക്കുമ്പോൾ അബോധാവസ്ഥയിൽ കിടക്കുന്ന രാമച്ചനെയാണ് കണ്ടത്. മോനെ, രാമച്ചൻ വിളിച്ചിട്ട് എഴുന്നേക്കണില്ലാടാ, അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞതും ശിവ രാമച്ചൻ്റെ അരികിലിരുന്നു. പൾസ് നോക്കിയതിന് ശേഷം രാമച്ചനെ പരിശോധിച്ചു. അവൻ കബോർഡിലെ ബോക്സ് എടുത്ത് അതിൽ നിന്നും സിറിഞ്ചും ഒരു മെഡിസിൻ എടുത്ത് രാമച്ചൻ്റെ കയ്യിൽ ഇഞ്ചക്ട് ചെയ്തു. പേടിക്കണ്ടമ്മ, പെട്ടെന്ന് അൺകോൺഷ്യസ് ആയതാണ്. ഇങ്ങനെ സംഭവിക്കാൻ എന്താ അവിടെ ഉണ്ടായേ? രാമച്ചനിൽ എന്തൊക്കെയോ കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ശിവ സംശയത്തോടെ പറഞ്ഞു. ശേഷം രാമച്ചന് ട്രിപ്പ് ഇട്ട് കൊടുത്തു. ഇവിടെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല ശിവ. ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുത്ത് ഞാൻ താഴേക്ക് പോയി. പിന്നെ ഇപ്പോൾ രാമച്ചന് ടാബ്ലറ്റ് കൊടുക്കാനുള്ള സമയമായപ്പോൾ ഇവിടേക്ക് വന്നത്. അപ്പോഴാണ് വിളിച്ചിട്ട് രാമച്ചൻ കണ്ണു തുറക്കാതെ കിടക്കണം കണ്ടത്. പിന്നെ ഉച്ചയ്ക്ക് പാർവണ മോള് രാമച്ചനൊന്ന് വന്ന് കണ്ടിരുന്നു. അമ്മ ചെറിയൊരു ഭയത്തോടെയാണ് അത് പറഞ്ഞത്. പാർവണയോ? അവളെന്തിനാ ഈ വീട്ടിലേക്ക് വന്നേ? ശിവ സംശയത്തോടെ ചോദിച്ചു. പാർവണ രേവതി മോളോടൊപ്പം വന്നതാണ്. അപ്പോൾ രാമച്ചനെ കാണണമെന്ന് നിർബന്ധം പിടിച്ചുകൊണ്ട് മാത്രം ഞാൻ ഒന്ന് കയറി കണ്ടോളാൻ പറഞ്ഞതാണ്, അമ്മ തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. രാമച്ചനെ കാണേണ്ട ആ കാര്യം അവൾക്ക് എന്താ? ശിവ ദേഷ്യത്തോടെയാണ് ചോദിച്ചത്.
അപ്പോഴേക്കും രാമചന്ദ്രൻ പതിയെ കണ്ണുകൾ തുടർന്നു. ശിവ തിരിഞ്ഞ് രാമച്ചൻ്റെ അരികിൽ വന്നിരുന്നു. ഇതുവരെ കാണാത്ത ഒരു തിളക്കം രാമച്ചൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പോലെ അവനും തോന്നി. രാമച്ച! അവൻ രാമച്ചൻ്റെ കൈകൾ തൻ്റെ കൈകളിൽ എടുത്തുകൊണ്ട് വിളിച്ചതും അച്ഛൻ്റെ ചെറുവിരൽ ഒന്നനങ്ങി. ആ സ്പർശനം മനസ്സിലാക്കിയ ശിവ അത്ഭുതത്തോടെ അമ്മയെ നോക്കി. അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു അമ്മയും. രാമച്ച, കൈകൾ ഉമർത്താൻ ശ്രമിക്കേ, രാമച്ചന് കഴിയും, ശ്രമിക്കൂ രാമച്ച. ശിവ രാമച്ചനെ പുഷ് ചെയ്തുകൊണ്ട് പറഞ്ഞു. രാമച്ചൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കൈകൾ ഉയർത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് ശിവ എഴുന്നേറ്റ് അമ്മയുടെ അരികിലേക്ക് വന്നു. അമ്മയ്ക്ക് ഉറപ്പാണോ ഈ മുറിയിൽ അവസാനമായി വന്നത് പാർവണിയാന്ന്? അതേ മോനെ, അവൾക്ക് ശേഷം വേറെ ആരും ഇവിടേക്ക് വന്നിട്ടില്ല. അത് കേട്ടതും ശിവ കാറ്റുപോലെ താഴേക്ക് നടന്നു. ശിവ കാറെടുക്കാനായി പോർച്ചിലേക്ക് നടന്നതും അമ്മ വേഗം ദേവയുടെ അരികിലേക്ക് ഓടി. ദേവ, ശിവയ്ക്ക് ഒറ്റയ്ക്ക് പറഞ്ഞയക്കണ്ട, നീ കൂടെ നിന്ന് ചെല്ല്. അമ്മ ദേവയോട് പറഞ്ഞത് അവനും ശിവയുടെ ഒപ്പം കാറിലേക്ക് കയറി. അവർ നേരെ ചെന്നത് പാർവണിയുടെ വീട്ടിലേക്കായിരുന്നു. ശിവ ഓർമ്മയിൽ നിന്നും മോചിതനായതും അവർ വീട്ടിലെത്തിയിരുന്നു. ശിവ കാറ് നിർത്തി പാർവണിയുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് നേരെ രാമച്ചൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. ശിവ രാമച്ചൻ്റെ മുറിയിലേക്ക് എത്തിയതും പാർവണിയുടെ തോളിൽ പിടിച്ച് അവളെ മുന്നിലേക്ക് തള്ളി. പെട്ടെന്നുള്ള ശിവയുടെ ആ പ്രവൃത്തിയിൽ പാർവണ മുന്നിലേക്ക് വീഴാൻ പോയെങ്കിലും അവൾ ബെഡിൽ പിടിച്ചു നിന്നു. നമുക്ക് കൂടെ വീട്ടിലേക്ക് പോവാൻ സേവ സാർ, എനിക്കെന്താ പേടിയാവുന്നുണ്ട്. ശിവ സാർ അവൾ എന്തെങ്കിലും ചെയ്യും. രേവതി നഖം കടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. നീ ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കേണ്ട ദേവു, ശിവ പാർവണ ഒന്നും ചെയ്യില്ല. രാമച്ചന് പാർവണ വന്ന് കണ്ടതിൽ പിന്നെ എന്തോ ഒരു മാറ്റമുണ്ട്. അത് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ശിവ അവനെ വിളിച്ചുകൊണ്ട് പോയത്. അതിന് പേടിക്കാനൊന്നുമില്ല. ദേവ അവളെ തൻ്റെ അരികിലേക്ക് പിടിച്ചെടുത്തുകൊണ്ട് പറഞ്ഞു. എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നാ. രേവതി ടെൻഷനോടെ പറഞ്ഞതും ദേവ അവളുടെ തോളിലൂടെ കൈ ചേർത്ത് തന്നിലേക്ക് അടുപ്പിച്ചു. താൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ശിവ അവളൊന്നും ചെയ്യില്ല. ദേവ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. നീ ആരോട് ചോദിച്ചിട്ടാണ് ഈ മുറിയിലേക്ക് കയറിയത്? ശിവ അലറിക്കൊണ്ട് ചോദിച്ചു. ഞാൻ അത് പിന്നെ പാർവണിക്ക് പേടിച്ചുകൊണ്ട് ശബ്ദം പോലും പുറത്തേക്ക് വരുന്നുണ്ടായില്ല. എന്തവകാശത്തിലാണ് നീ ഇവിടേക്ക് കയറി വന്നിരുന്നു? നിന്റെ ആരുമല്ല ഈ കിടക്കണ മനുഷ്യൻ. പിന്നെ നീ എന്തിനാ ഈ മുറിയിലേക്ക് കയറിയ? ആരോട് ചോദിച്ചിട്ട് ഇവിടെ കയറിയ? ഞാൻ അമ്മയോട് ചോദിച്ചിരുന്നു. അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. ഇതെൻ്റെ അച്ഛനാണ്, അപ്പൊ എന്നോട് ചോദിച്ചിട്ട് വേണം ഈ മുറിയിൽ കയറാൻ. അല്ലാതെ മറ്റുള്ളവരെ അത് പറഞ്ഞ് എന്ന് കരുതി ഈ മുറിയിൽ കയറാൻ നീ ആരടി? ശിവദോഷത്തോടെ ചോദിച്ചു. ഒപ്പം അവൻ രാമച്ചനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. താൻ പ്രതീക്ഷിക്കുന്ന മാറ്റം രാമച്ചനിൽ ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലാക്കിയ ശിവ കൈനീട്ടി പാർവണയുടെ കവളിൽ ആഞ്ഞടിച്ചു. അടിയുടെ ആഘാതത്തിൽ പാർവണ ഒന്ന് വേച്ചുപോയി. അടി കിട്ടിയ കവളിൽ കൈവച്ചുകൊണ്ട് അവൾ നേരെ കണ്ണുകളോടെ ശിവയെ നോക്കി. രാമച്ചന് ഇങ്ങനെ സംഭവിക്കാൻ നീയാണ് കാരണക്കാരി, അതിനുള്ള ശിക്ഷയാണിത്. അത് പറഞ്ഞ ശിവ അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് ബെഡിലേക്ക് തള്ളി. പാർവണ നേരെ രാമച്ചൻ്റെ അരികിൽ വന്നു വീണു. അതുകൊണ്ട് ശിവ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പാർവണ വിതുമ്പിക്കൊണ്ട് ശിവ തല്ലിയ കവളിൽ കൈവച്ചുകൊണ്ട് രാമച്ചനെ നോക്കി. ഞാൻ ഒന്നും ചെയ്തില്ല രാമച്ച. ഞാൻ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഈ മുറിയിലേക്ക് കയറിയത്. അതും അമ്മയുടെ സമ്മതം ചോദിച്ചിട്ടാ കയറിയേ. അവൾ കരഞ്ഞുകൊണ്ട് ബെഡിലേക്ക് തല വെച്ച് കിടന്നു. ഞാൻ ഒരിക്കലും കരുതിയില്ല ഇങ്ങനെ സംഭവിക്കുന്നു. ഞാൻ മുറിയിലേക്ക് കയറിയത് കൊണ്ടാണോ രാമച്ചന് വയ്യാതായത്? ഇങ്ങനെ വയ്യാതാവെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനിവിടേക്ക് വരില്ലായിരുന്നു. സോറി. അവൾ കരഞ്ഞുകൊണ്ട് ബെഡിൽ മുഖം വെച്ച് കരഞ്ഞു. പെട്ടെന്ന് നെറുകയിൽ ഒരു തണുത്ത കരസ്പർശമേറ്റതും പാർവണ ഞെട്ടി തല ഉയർത്തി നോക്കി. രാമച്ചൻ്റെ കൈകളായിരുന്നു അത്. ഒപ്പം ആ വൃദ്ധൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഡോറിന് പുറത്തുനിന്ന് ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരുന്ന ശിവ താൻ പ്രതീക്ഷിച്ച മാറ്റം രാമച്ചനുണ്ടായി എന്ന് മനസ്സിലായതും അവൻ റൂമിലേക്ക് കയറി വന്നു. ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കും രാമച്ച, രാമച്ചന് കഴിയും. ശിവ രാമച്ചൻ്റെ അരികിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു. ആ വൃദ്ധൻ ചുണ്ടനക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും ശബ്ദം തൊണ്ടക്കുഴിയിൽ തങ്ങി നിൽക്കുന്ന പോലെ. ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. കുറേ തവണ ശ്രമിച്ചുവെങ്കിലും പരാജയമായിരുന്നു ഫലം.
ആ വൃദ്ധൻ ഒരു തളർച്ചയോടെ തൻ്റെ ശ്രമം ഉപേക്ഷിച്ചു. എന്നാൽ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാവാതെ ഇരിക്കുകയാണ് പാർവണ. അവൾ താഴെ നിന്ന് എഴുന്നേറ്റ് ശിവയിൽ നിന്ന് ഒരു അകലം പാലിച്ചു നിന്നു. രാമച്ചൻ പതിയെ ശ്രമിക്കേ, നമുക്ക് കണ്ടുപിടിക്കണ്ടേ നമ്മുടെ സത്യയെ. അവളെ നമ്മിൽ നിന്ന് അകറ്റിയ അമ്മമാരോട് നമുക്ക് പകരം ചോദിക്കണ്ടേ രാമച്ച. അതിന് രാമചന്ദ്രൻ തന്നെ വിചാരിക്കണം. ശിവ അത് പറഞ്ഞതും രാമച്ചൻ്റെ തൻ്റെ വലത് കൈയെടുത്ത് ശിവയുടെ കൈക്ക് മുകളിൽ വെച്ചു. അത് കണ്ട് ശിവ വേഗം ടേബിളിൽ നിന്നും ഒരു വൈറ്റ് പേപ്പറും പേനയും എടുത്ത് രാമച്ചൻ്റെ അരികിൽ വന്നിരുന്നു. പേപ്പറിന് മുകളിൽ വെച്ച് പേന രാമച്ചൻ്റെ കയ്യിൽ പിടിപ്പിച്ചു. വിറയാർന്ന കൈകളോടെ ആ വൃദ്ധൻ പേപ്പറിൽ എന്തെഴുതി. അക്ഷരങ്ങൾ വ്യക്തമല്ലെങ്കിലും അതിൽ എഴുതിയത് ശിവയ്ക്ക് മനസ്സിലായിരുന്നു. ചന്ദ്രശേഖർ, കളരിക്കൽ ജോസ്, ഡോക്ടർ അനുരാഗ്. ആ പേപ്പറിലെ പേരുകൾ ശിവ ഉറക്കെ വായിച്ചു. ഒപ്പം അവൻ്റെ കണ്ണുകളിലും അടങ്ങാത്ത പക വന്നിരുന്നു. അപ്പോഴാണ് ശിവ തൻ്റെ അരികിൽ ഒന്നും മനസ്സിലാവാതെ വീഴ്ച നിൽക്കുന്ന പാർവണയെ കണ്ടത്. ഇറങ്ങിപ്പോടി! മുറിയിൽ നിന്നും ശിവ ഉറക്കെ അലറിയതും പാർവണ പേടിച്ച് മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. രാമച്ചൻ ഉറപ്പാണോ ഇവരാന്ന്? ശിവ രാമച്ചൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. രാമച്ചൻ അതേ എന്ന അർത്ഥത്തിൽ കണ്ണുകൾ ചലിപ്പിച്ചു. ഇവരാണ് സത്യം എന്നിൽ നിന്ന് അകറ്റിയതിനുള്ള ഉത്തരവാദികളെങ്കിൽ ഈ ശിവ അതിനുള്ള ശിക്ഷ അവർക്ക് നൽകിയിരിക്കും. മരണത്തിൽ കുറയാത്ത ശിക്ഷ. ശിവ പകയോടെ പറഞ്ഞ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയ ശിവ കണ്ട് ചുമരിൽ ചാരി നിന്ന് വാപ്പുത്തി കരയുന്ന പാർവണയെ. അത് കണ്ട് അവൻ്റെ മനസ്സിലൊരു സങ്കടം നിറഞ്ഞു. ശിവ പതിയെ അവളുടെ അരികിലേക്ക് നടന്നു. മുഖം പുത്തി കരയുന്ന അവളുടെ തോളിൽ ശിവ കൈവച്ചതും അവൾ മുഖത്തെ കൈമാറ്റി നോക്കി. മുന്നിൽ നിൽക്കുന്ന ശിവയെ കണ്ട് അവൾ പേടിച്ച് സൈഡിലേക്ക് നീങ്ങി. സോറി, അവൾ അവളുടെ മുഖം കൈകളിലെടുത്തുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് പാർവണയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുക മാത്രമാണ് ചെയ്തത്. രാമച്ചൻ്റെ കൈകൾ ചലിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണമായിരുന്നു. അതാണ് നിന്നെ തല്ലിയത്. സോറി. ശിവ അവളുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞതും പാർവണ കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്തു. അവളുടെ കണ്ണുനീർ തൻ്റെ ശരീരത്തിൽ പതിച്ചതും അവൻ്റെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പിണർപ്പ് കടന്നുപോയി. അവളെ ആശ്വസിപ്പിക്കാനായി ശിവ അവളുടെ നെറുകയിൽ തലോടി. ശിവ അവളെ മുകളിലെ ഓപ്പൺ ബാൽക്കണിയിലെ ചെയറിൽ കൊണ്ടുപോയി ഇരുത്തി. ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അവൾക്ക് കൊടുത്തു. ശേഷം അവളുടെ ചെയറിന് ഓപ്പോസിറ്റുള്ള ചെയറിൽ അവനും ഇരുന്നു. 3 കൊല്ലായി രാമച്ചൻ ഇതേ കിടപ്പ് കിടക്കണു. കണ്ണിലെ ചലനം മാത്രമാണ് ജീവനുണ്ടായിരുന്നു എന്നതിൻ്റെ ഏക അടയാളം. എന്നാൽ ഇന്ന് നീ വന്നു പോയതിനു ശേഷമാണ് രാമച്ചനിലൊരു മാറ്റം പ്രകടമായത്. നീ കാരണമാണ് രാമച്ചൻ്റെ കയ്യിലെ ചലനശേഷി തിരിച്ചു കിട്ടിയത്. അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നിന്നെ കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു മാറ്റം ഉണ്ടായതെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ നിന്നെ കണ്ടപ്പോൾ രാമച്ചന് സത്യം ഓർമ്മ വന്നിട്ടുണ്ടാവും. പാർവണ അതെല്ലാം ഒന്ന് മൂളി കേൾക്കുക മാത്രമാണ് ചെയ്തത്. ഞാൻ സോറി പറഞ്ഞില്ലേ, ഇനിയെങ്കിലും ഒന്ന് ചിരിച്ചൂടെ? ശിവ ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അവൻ്റെ മുഖത്തെ ആ ചിരി പാർവണ അത്ഭുതത്തോടെ നോക്കി കാണുകയായിരുന്നു. അതിൻ്റെ പ്രതിഫലനം എന്നോണം അവൻ്റെ ചിരി അവളുടെ ചുണ്ടിലേക്കും പകർന്നു. ചിരിച്ചല്ല, എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ? ഞാൻ ദേവി അവിടെ ആക്കിയിട്ടാണ് വന്നത്. അധികം നേരം അവൻ അവിടെ നിന്നാൽ ശരിയാവില്ല. ശിവ അത് പറഞ്ഞു അവളെ ചേരെ നിന്ന് എണീപ്പിച്ചു. അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം പാർവണിക്ക് മനസ്സിലായില്ല. താഴെ ഹാളിലിരുന്ന അമ്മ കാണുന്നത് പാർവണിയുടെ കൈയും പിടിച്ച് താഴേക്ക് ഇറങ്ങി വരുന്ന ശിവയാണ്. ഒരു ടീഷർട്ടും മുട്ടിനൊപ്പമുള്ള ഒരു 3/4 ആയിരുന്നു പാർവണിയുടെ വേഷം. അത് കണ്ട് അമ്മ അത്ഭുതത്തോടെ ശിവയുടെ മുഖത്തേക്കും പാർവണിയുടെ ഡ്രസ്സിലേക്കും മാറി മാറി നോക്കി. ശിവയെ അപ്പോഴാണ് അവളുടെ ഡ്രസ്സ് ശ്രദ്ധിച്ചത്. പെട്ടെന്ന് അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്നതിനിടയിൽ അവളുടെ ഡ്രസ്സൊന്നും അവൻ ശ്രദ്ധിച്ചിരുന്നില്ല. അമ്മ, രാമച്ചൻ്റെ കൈകൾ അനങ്ങി. ശിവ സന്തോഷത്തോടെ പറഞ്ഞതും അമ്മ മുഴുവൻ കേൾക്കാതെ മുകളിലേക്ക് പോയിരുന്നു. ശിവ പാർവണയും കൂട്ടി തിരിച്ച് അവളുടെ വീട്ടിലേക്ക് പോയി. തിരിച്ചുള്ള യാത്രയിൽ അവർ ഇരുവർക്കുമിടയിൽ ഒരു മൗനം നിലനിന്നിരുന്നു. നീ രാമച്ചൻ്റെ മുറിയിൽ കയറിയ പോലെ എൻ്റെ മുറിയിലേക്ക് വന്നിരുന്നായിരുന്ന? ശിവ സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു. അപ്പോൾ ഇന്നത്തെ പാർട്ട് കഴിഞ്ഞു. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.
ഈ ശിവ എന്തായാലും എങ്ങനെ പാവം തുമ്പി അവളെങ്ങനെ സങ്കടപ്പെടുത്തിയ ശിവയോട് പോവാൻ പറ. നമുക്ക് നമ്മുടെ കണ്ണനുണ്ട്, നമുക്ക് കണ്ണന് തുമ്പീനെ സെറ്റാക്കാം അല്ലേ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റിനെ പ്രതീക്ഷിക്കുന്നു. ബൈ.